UK മേയർ സാദിഖ് ഖാൻ, അദ്ദേഹം ജനിച്ച് വളർന്നത് ലണ്ടനിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പാകിസ്ഥാൻ ഒറിജിനാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ UK-യിലാണ്. അദ്ദേഹം മൂന്നാമത്തെ ടേമാണ് ലണ്ടൻ മേയറാകുന്നത് അടുപ്പിച്ച്. ഏകദേശം 9 മില്യൺ ജനങ്ങളാണ് ലണ്ടൻ സിറ്റിയിലുള്ളത്. അതായത് ഒരു സ്റ്റേറ്റ് പോലെയാണ്. ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെതിരെ സ്വന്തം പാർട്ടിയായ ലേബർ പാർട്ടിയിൽ പല MP-മാരും നേതാക്കളും ഒന്നടങ്കം പറയുന്നു അദ്ദേഹം തെറ്റുകാരനാണ്. അതായത് ലണ്ടൻ അസംബ്ലിയിൽ കൺസർവേറ്റീവ് MP സൂസൻ ഹാൾ, അപ്പോൾ അവർ നടത്തിയ ഈ ചോദ്യം, കാരണം കമ്മീഷൻ അത് ചോദ്യങ്ങളും പറച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു, ആൻസർ കൊടുക്കണം. ഇതിനകത്ത് 9 പ്രാവശ്യമാണ് സാദിഖ് ഖാനോട് ചോദിച്ചത്, ഈ ഗ്രൂമിങ് ഗ്യാങ്ങിനെ പറ്റി 3 ടേമായിട്ടിരിക്കെ താങ്കൾക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നു ഇല്ല? ഇതാണ് ചോദിക്കുന്നത്. 9 പ്രാവശ്യം ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. പക്ഷെ ലോയർ കൂടിയായ സാദിഖ് ഖാൻ ഈ ചോദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇവേസീവ്, അതായത് അതിന് ഉത്തരം കൊടുക്കാതെ മാറി. വേറെ പല ഉത്തരം, തേങ്ങയെന്ന് ചോദിച്ചാൽ മാങ്ങയെന്ന് കൊടുത്തു, മാങ്ങയെന്ന് ചോദിച്ചാൽ ചക്കയെന്ന്, ആ രീതിയിൽ ഉത്തരം കൊടുത്തു. ഇതാണ് സംഭവം. പക്ഷേ ഇത് ലണ്ടനിൽ വലിയ ഇഷ്യൂ ആയി മാറി. കാരണം ഇത് ലൈവായിട്ട് ആൾക്കാർ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലേബർ പാർട്ടിക്കകത്ത് പ്രശ്നമായി. കാരണം ലേബർ പാർട്ടിയുടെ 2 MP-മാർ അവിടാണ് ഏറ്റവും കൂടുതൽ ഗ്രൂമിങ് ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിക്ടിംസ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അവർ തന്നെ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് സാദിഖ് ഖാൻ ഇത് പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തത്? അതായത് ഈ 15 ഇഷ്യൂ എന്ന് പറയുന്നത്, സാദിഖ് ഖാൻ ഒരു സുന്നി വിശ്വാസിയായ മുസ്ലിമാണ്. ഇപ്പൊ സാദിഖ് ഖാൻ ഈ ലേബർ പാർട്ടി ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ഇസ്ലാമിക വിശ്വാസികൾ, പാകിസ്ഥാനിലുള്ളവരെ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വോട്ടും അവരുടെ സപ്പോർട്ടും കിട്ടത്തില്ല എന്നുള്ള ധാരണയാണ്. ഇവിടെയാണ് ലേബർ പാർട്ടി അക്ഷരാർത്ഥത്തിൽപ്പെട്ടു. അതുപോലെ തന്നെ കീർ സ്റ്റാമർ, അതായത് പ്രധാനമന്ത്രിക്ക് പെട്ടുപോയിരിക്കുകയാണ്. ഇവരെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വോട്ട് എങ്ങോട്ട് പോകും, ഇവരുടെ സപ്പോർട്ട് എങ്ങോട്ട് പോകും. അവിടെയാണ് UK റിഫോംസ് പാർട്ടി കയറി വരുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, അവിടെയുള്ള എലീറ്റ് മുസ്ലിങ്ങൾ UK റിഫോംസ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവരും പറയുന്നത് ഈ ഗ്രൂമിങ് ഗ്യാങ് ആണെങ്കിൽ അവിടെ ഇല്ലിസിറ്റായിട്ടും ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ പാകിസ്ഥാനിൽ നിന്നും മറ്റുള്ള ഇസ്ലാമിക അവരെ പുറത്താക്കണം. അപ്പം ആ രീതിയിലോട്ട് പിച്ച് മാറിയപ്പോഴാണ് ഇത് വലിയ ഇഷ്യൂ ആയിട്ടങ്ങ് മാറിയത്. അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന്, അതായത് ലേബർ പാർട്ടിയിലുള്ള സീനിയർ ലീഡേഴ്സ് പറയുന്നത് സാദിഖ് ഖാൻ രാജിവെക്കണം. അതായത് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുക, ടെലഗ്രാഫും ഗാർഡിയനും അവിടെയുള്ള UK എക്സ്പ്രസ്സും ലണ്ടൻ എക്സ്പ്രസ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവരുടെ ആരുടെ പേര് നേരിട്ടല്ല, അല്ലാതെ തന്നെ മറിച്ച് ഇത് രാജിവെക്കേണ്ട സംഭവമാണ്. കാരണം ഇത്ര ഒരു ഇഷ്യൂ ഉണ്ടായിട്ട്, അതായത് വെളുത്ത് പറയാം, കാരണം അവിടുത്തെ ബ്രിട്ടീഷ് അവർക്കിത് വലിയ ഇഷ്യൂ ആയി. കാരണം എന്തുകൊണ്ടാണ് ലണ്ടൻ മേയർ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രൈറ്റ് ആൻസർ കൊടുക്കാത്തത്? കാരണം 9 പ്രാവശ്യമാണ് ചോദ്യം ചോദിച്ച സൂസൻ ഖാൻ, ഒറ്റ പോലും ആൻസറുകൾ കൊടുത്തില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ മറ്റൊരു ആരോപണം ഇയാൾക്കെതിരെ ഉയരുന്നത്, ലണ്ടനിലൊരു കോൺസേർട്ട് നടന്നു, വലിയൊരു മ്യൂസിക് സംഭവം, ഒരു ലോകപ്രശസ്തയായ മ്യൂസീഷ്യൻ്റെ. നടക്കുന്ന സമയത്ത് ലണ്ടൻ മേയർക്ക് 5 കോംപ്ലിമെൻ്ററി ടിക്കറ്റ് കൊടുത്തു. അത് ബേസിക്കലി കോംപ്ലിമെൻ്ററി ടിക്കറ്റ് ലണ്ടൻ മേയർ വാങ്ങിച്ചു ഓഫീസിലായിരുന്നു. കാരണം ഈ കോൺസേർട്ട് നടക്കുന്നത് വലിയ കോൺസേർട്ടാണ്, അത് മുഴുവനും ചെക്ക് ചെയ്യുന്നതും അതിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്റ്റും മറ്റെല്ലാം ചെയ്തു കൊടുക്കുന്നത്, അതിന് കൺഫർമേഷനും അതിന് എല്ലാം അപ്രൂവൽ കൊടുക്കുന്നത് ലണ്ടൻ മേയറിൻ്റെ ഓഫീസാണ്. പക്ഷെ മേയർ നേരിട്ട് പോയി ഈ സംഭവം 5 കോംപ്ലിമെൻ്ററി ടിക്കറ്റ് വാങ്ങി. ആദ്യ ആരോപണം വന്നപ്പോൾ ലണ്ടൻ മേയറിൻ്റെ ഓഫീസ് പറഞ്ഞു ഇത് ഫുട്ബോൾ ആ ടീം അംഗങ്ങളാണ് തന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നു. അവരെല്ലാം കൊടുത്തത് അവിടെ ഈ പ്രോഗ്രാം ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ലണ്ടൻ മേയർക്ക് 5 ടിക്കറ്റ് കൊടുത്തത്. അതായത് ഒരു ടിക്കറ്റിന് ഏകദേശം 500 പൗണ്ട് വില വരും. അപ്പം 500 പൗണ്ട് വില വരുന്ന 5 ടിക്കറ്റാണ് ലണ്ടൻ മേയറിന് കൊടുത്തത്, അതായത് VVIP സീറ്റിൽ കൊടുത്തത്. ഇത് പിന്നീട് ലണ്ടൻ മേയറിൻ്റെ ഓഫീസ് മാറ്റി പറയേണ്ടി വന്നു, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ്, ഈ ടിക്കറ്റ് തന്നത് ഇതേപോലെ ഇവൻ്റ് കമ്പനി. അതായത് ലണ്ടൻ മേയറിൻ്റെ ഓഫീസ് എത്തിക്സുമായിട്ട് യോജിച്ചു പോയില്ല. അത് ഭയങ്കര ശക്തമായ ആരോപണമാണ്. കാരണം ഇതൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ലണ്ടൻ മേയറിൻ്റെ ഓഫീസാണ് എല്ലാത്തിനും റെസ്പോൺസിബിൾ. അപ്പം എന്തുകൊണ്ട് ഇതിന് പെർമിഷൻ കൊടുത്തത് ഒന്നും നോക്കാതെയാണോ പെർമിഷൻ കൊടുത്തത്?
അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ധാർമ്മിക മൂല്യങ്ങൾ വെച്ച് ഫ്രീ ആയിട്ട് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ നിന്ന് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു, ലണ്ടൻ മേയർ ഓഫീസ് ഞങ്ങളോട് നിർബന്ധിച്ച് ആവശ്യപ്പെട്ടു ഫ്രീ ടിക്കറ്റ് തരാൻ. അപ്പം അവിടുന്ന് വീണ്ടും അങ്ങോട്ട് കാട് കയറി പോവുക. അതായത് ഇഷ്യൂ ആവുകയാണ്. അതായത് ലണ്ടൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇസ്ലാമിക വിശ്വാസി അതിൻ്റെ മേയറായിട്ട് വരുന്ന മൂന്നാമത്തെ ടേം. അടുപ്പിച്ച് മൂന്നാമത്തെ ടേം ഒരാൾ വരുന്നത് തന്നെ ആദ്യമായിട്ട്. ഒരു കാര്യം കൃത്യം, ഈ ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറഞ്ഞ ഇഷ്യൂ മറ്റുള്ള സംഭവങ്ങളെല്ലാം കയറി അത് ഈ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്, കീർ സ്റ്റാമറിൻ്റെ മന്ത്രിസഭയാണെങ്കിലും ആടി ഒലയുകയാണ്. അവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് പേടിയായി തുടങ്ങി. കാരണം ഇത് നാളെ എങ്ങോട്ടാണ് അത് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് അടുത്തൊരു സിവിൽ വാറിലോട്ട് പോകും. ഇതിനെ ആരൊക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? കാരണം ഒരു ഭാഗത്ത് UK റിഫോം പാർട്ടി കയറി വരുന്നു. അതായത് ടോമി റോബിൻസിന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നു. അതായത് ലണ്ടൻ്റെയും UKയുടെയും ചരിത്രം മാറാൻ പോകുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.